അമൂല്യമായ നിധി. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പതിവിലും ഏറെ തിരക്കായിരുന്നു ഇന്ന് ഓഫീസിൽ നിന്നും വളരെ ക്ഷീണിതനായാണ് വൈശാഖ് പുറത്തിറങ്ങിയത്. സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. നല്ല തലവേദന തോന്നിയ വൈശാഖ് ഓഫീസിൻ്റെ എതിർവശത്തുള്ള സെയ്തുഖാൻ്റെ ചായപ്പീടികയിൽ ചെന്ന് ഒരു ചൂട് ചായ വാങ്ങി കുടിച്ചു. ഇപ്പോൾ അല്പം ആശ്വാസം തോന്നുന്നു. വൈശാഖ് അവിടെ നിന്ന് പോയത് തൊട്ടടുത്തുള്ള സദ്ഭാവന പാർക്കിലേക്കാണ്. ധാരാളം ആളുകൾ വൈകുന്നേരങ്ങളിൽ അവിടെ എത്തിച്ചേരാറുണ്ട്. ഇരിക്കാനുള്ള പുൽത്തകിടികൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, വൃത്താകൃതിയിൽ ഉള്ള ഇരിപ്പിടങ്ങൾ, അതിന് നല്ല മേൽക്കൂരയുമുണ്ട്. ധാരാളം മരങ്ങൾ, പൂച്ചെടികൾ, പല സ്ഥലങ്ങളിലും കാതിന് ഇമ്പമുള്ള സംഗീതം. ആ പാർക്കിലൂടെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് വൈശാഖ് നടന്നു. സന്തോഷമുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം നിറയുന്നു. കുറേ സമയം ആ പാർക്കിലെ നല്ല അന്തരീക്ഷത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരു ഉണർവ് വന്നു. സമയം നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആ സമയത്ത് അവൻ്റെ ഉള്ളിലൊരു മോഹം തോന്നി. കടപ്പുറത്ത് ചെന്ന് സൂര്യാസ്തമനം കണ്ടാലോ? കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അവൻ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. കടപ്പുറത്തെ കാറ്റ് അവന് കൂടുതൽ ആഹ്ലാദം പകർന്നു. അല്പനേരം കടൽ തിരമാലകളോട് കളിച്ചു. സൂര്യൻ അരുണവർണ്ണത്തിൽ കടലിലേക്ക് താഴാനായി ഒരുങ്ങുന്നു. ആ കാഴ്ച നിർനിമേഷനായി നോക്കിക്കൊണ്ട് ആ മണൽത്തട്ടിൽ അവനിരുന്നു. അസ്തമയ സൂര്യനിൽ മാത്രം ശ്രദ്ധിച്ച് ഇരിക്കുകയാണ് വൈശാഖ്. ആ കാഴ്ച വളരെ മനോഹരമാണല്ലോ. കുറച്ചു നേരം ഒരേ ഇരിപ്പിൽ തുടർന്ന വൈശാഖ് കൈകൾ പുറകോട്ടൊന്നു വലിച്ചു വെച്ചു. ഒന്ന് നടുനിവർത്തി. കണ്ണുകൾ പൂർണ്ണമായും സൂര്യനിൽ തന്നെ. ഈ സമയം കൈകളിൽ ഒരു കുഞ്ഞു സഞ്ചി തടഞ്ഞു. വലതു കൈകൊണ്ട് ആ സഞ്ചി മുന്നോട്ടെടുത്തു. ഒരു ചെറിയ നോട്ടം സഞ്ചിയിലേക്ക്. വളരെ വൃത്തിയുള്ള മനോഹരമായ ഒരു സഞ്ചി. ആ സഞ്ചി തന്നോട് ചേർത്ത് വെച്ചു. കാഴ്ച വീണ്ടും സൂര്യനിൽ പതിഞ്ഞു. അതേസമയം യാന്ത്രികമായി കൈകൾ സഞ്ചിയിൽ തലോടി. തലോടലിൽ മനസ്സിലായി അതു നിറയെ കല്ലുകളാണെന്ന്. വല്ല കുട്ടികളും കടപ്പുറത്ത് നിന്ന് ശേഖരിച്ചതാവും. വൈശാഖ് കൈകൾ മെല്ലെ സഞ്ചിക്കുള്ളിലേക്ക് കിടത്തി. സഞ്ചിയിൽ നിന്നും ഓരോ കല്ലുകൾ എടുത്തു കടലിലേക്ക് ഒന്നൊന്നായി അലക്ഷ്യമായി എറിഞ്ഞു. സൂര്യൻ കൂടുതൽ രക്തവർണ്ണത്തോടെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. എന്തൊരു ഭംഗിയാണ് ആ കാഴ്ചയ്ക്ക്! അങ്ങനെ നോക്കി നിൽക്കെ സൂര്യൻ പൂർണ്ണമായും മാഞ്ഞു. ആ സമയം ഏതാണ്ട് ഇരുള് പകർന്നു. മെല്ലെ എഴുന്നേൽക്കാൻ ഭാവിച്ചു. അപ്പോഴാണ് മടിയിലെ സഞ്ചിയിൽ ശ്രദ്ധിച്ചത്. അതിലെ കല്ലുകൾ മുഴുവൻ എറിഞ്ഞു കഴിഞ്ഞു. ഭംഗിയുള്ളതായതുകൊണ്ട് സഞ്ചി എടുക്കാൻ തീരുമാനിച്ചു. എഴുന്നേറ്റു സഞ്ചി ഒന്ന് മടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും ഒരു കല്ല് താഴെ വീണു. വൈശാഖ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവൻ്റെ ഉള്ളിൽ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. സന്തോഷിച്ചതിന് കാരണം നിലത്തു വീണ കല്ല് തിളങ്ങുന്ന ഒരു രത്നമായിരുന്നു. സങ്കടം തോന്നിയതോ ഇതുവരെ അശ്രദ്ധയോടെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞത് മുഴുവൻ രത്നക്കല്ലുകളാണല്ലോ എന്ന് മനസ്സിലായപ്പോൾ. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും രത്നങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ മൂല്യമറിയാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെടുത്തുന്ന രത്നങ്ങൾ എന്താണെന്നല്ലേ? പ്രധാനമായും നമ്മുടെ സമയം. അമൂല്യമാണ് ഈ മനുഷ്യജന്മം.
നമ്മുടെ സമയം മൂല്യമറിഞ്ഞാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. സമയം പോയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും അമൂല്യമാണ്. അടുത്തത് നമ്മുടെ ബന്ധങ്ങൾ. ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത ബന്ധങ്ങളുടെ മൂല്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് വർഷങ്ങൾക്കു ശേഷമാകും. ഈ മൂല്യം തിരിച്ചറിയാൻ വൈകിയാൽ അത് പലപ്പോഴും വലിയ നഷ്ടമാകും നമുക്കുണ്ടാക്കുക. ഇതുപോലെ നിരവധി അമൂല്യമായ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അറിയാൻ ശ്രമിക്കുക, മൂല്യബോധത്തോടെ ഉപയോഗിക്കുക, ജീവിതം വിജയകരവും സന്തോഷപ്രദവും ആക്കുക.